വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ ഉഷ ജോസഫിന് ഐക്യദാർഢ്യവുമായി ഹർഷീന വരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇന്ന് സമരം നടത്തും. ഹർഷീന സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ഹർഷീന ഉഷയ്ക്ക് ഐക്യദാർഢ്യവുമായിട്ട് എത്തുകയാണ്. സമരസമിതിയുടെ നേതൃത്വത്തിലാണ്. ഇന്നിപ്പോൾ മന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞ് 2 ലക്ഷം രൂപ ഹർഷീനയ്ക്ക് കൊടുക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നുവെന്നാണ്. സമരവുമായി ഇന്ന് ഒരു സൂചനാ സമരമാണോ, ഒരു ഐക്യദാർഢ്യ സമരമാണോ ഹർഷീനയുടേത്? തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ കത്രിക കുടുങ്ങിയുണ്ടായ ചികിത്സാ പിഴവ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റൊരു പേര് തന്നെയാണ് ഹർഷിന. കാരണം വലിയൊരു പോരാട്ടത്തിന്റെ പേര് കൂടിയായിരുന്നു ഹർഷിനയുടേത്. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നു. പിന്നീട് 5 വർഷക്കാലമാണ് അരുൺ ഈ കത്രികയുമായി ഹർഷിന ജീവിച്ചത്. അതിനുശേഷം സ്കാനിങ്ങിൽ വയറ്റിൽ കത്രികയുണ്ട് എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ഈ കത്രിക പുറത്തെടുക്കുകയുമായിരുന്നു. അതിന് പിന്നാലെ ഹർഷിന നടത്തിയ സമര പരമ്പരകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. അതിൽ ഹർഷിന മുന്നോട്ട് വെച്ച കാര്യം ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നിരന്തരം ഹർഷിന നടത്തിയ സമര പോരാട്ടത്തിനൊടുവിലാണ് 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രതി ചേർക്കുന്നതും പിന്നീട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നതും. പക്ഷേ ഇപ്പോഴും ഹൈക്കോടതിയുടെ സ്റ്റേ പ്രകാരം ഇതിന്റെ വിചാരണ നടപടികളൊക്കെ അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിൽ ഹർഷിനയുടെ ഒരു ആരോപണം പ്രോസിക്യൂഷൻ കൃത്യമായ നിലയിൽ തന്റെ ഭാഗം കോടതിയിൽ വിശദീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതെന്നും ഹർഷിന പറയുന്നു. മറ്റൊന്ന് അരുൺ പറഞ്ഞതുപോലെ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടാണ്. ഈ നിലവിൽ സർക്കാർ നൽകിയിട്ടുള്ള നഷ്ടപരിഹാരം അത് പര്യാപ്തമല്ല എന്നുള്ളൊരു വാദം കൂടി ഹർഷിന മുന്നോട്ട് വെക്കുന്നുണ്ട്. നിലവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അരുൺ, ഇത്തരം സംഭവങ്ങളിൽ മുൻപ് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ ഡോക്ടർമാർക്ക്, കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ശിക്ഷ വാങ്ങിച്ച് നൽകിയിരുന്നുവെങ്കിൽ, അതിനുവേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി തന്നെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കില്ലായിരുന്നു എന്ന് ഹർഷിന പറയുന്നുണ്ട്. കൂടാതെ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടാണ്, അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒക്കെ ഹർഷിന കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരുന്നുണ്ട്. മെഡിക്കൽ കോളേജിന് മുന്നിൽ സമര പരമ്പര തന്നെയുണ്ടായിരുന്നു. 100 ദിവസത്തോളം തുടർച്ചയായി ഹർഷിന സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനാൽ തന്നെ എന്താണ് ഉഷ ജോസഫിന്റെ മാനസിക നില എന്നുള്ളത്, അല്ലെങ്കിൽ കടന്നുപോകുന്ന സാഹചര്യം എന്നുള്ളത് മറ്റാരേക്കാളും നന്നായി ഹർഷിനയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഒരു ഐക്യദാർഢ്യവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് ഹർഷിന വരുന്നത്. താങ്ക് യു അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.